ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ പേര് സദാശിവൻ. ഞാനൊരു ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. കഴിഞ്ഞ ഒരു 3-4-5 വീഡിയോ, 4 വീഡിയോകളും പല രീതിയിൽ ഞാൻ സേഫ്റ്റിയെ പറ്റി നിങ്ങൾക്കൊരു ചെറിയ ഇൻട്രഡക്ഷനായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഒരു ദിവസം കൂടി ഒരു വീഡിയോയും കൂടി ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആയതിനാൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി പിന്നെയുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ള നോളജ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞതിനെ ഒന്ന് റിവ്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു സേഫ്റ്റി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. സേഫ്റ്റി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടത് 4-5 ടൈപ്പ് മെത്തേഡാണ്. ഒന്ന്, നമുക്ക് സേഫ്റ്റി എഡ്യൂക്കേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. രണ്ടാമത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് കൺട്രോൾസ്. മൂന്നാമത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൂൾസ്, അതായത് കർശനമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ആൾക്കാർക്ക് ഒരു എൻതാസിയാസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ടാക്കുക. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാൻ പറഞ്ഞിരിക്കും ഇതൊരു ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഇടയ്ക്കിടയ്ക്കൊന്ന് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത് കൂടാതെ തന്നെ സേഫ്റ്റി ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PPE, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ഇതെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി എൻ്റെ ഇത് 5ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റിയിൽ നമ്മൾ പല ടൈപ്പുള്ള ഹസാർഡ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ റിസ്ക് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ മീനിങ് എന്താണ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ആൻ ഹസാർഡ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ റിസ്ക്. അപ്പോൾ ഈ ഹസാർഡ് എവിടെയൊക്കെയാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ്, എന്തെന്നൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ സാധാരണ സേഫ്റ്റിയിലൊക്കെയാണ്. അപ്പോൾ സേഫ്റ്റി ഹസാർഡ്, വാട്ട് യു മീൻ ബൈ ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ക്യാൻ ഗെറ്റ് ഹാർംഫുൾ ടു അസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഹാനികരമായിട്ട് സംഭവിക്കാവുന്ന കാര്യത്തെ പറ്റിയാണ് നമുക്ക് സേഫ്റ്റി ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഇപ്പം ഞാനിവിടെ നിന്ന് ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ് എടുക്കുമ്പോൾ സപ്പോസ് ഔട്ട്സൈഡിൽ ഒരു ഭയങ്കര നോയ്സ് ഇവിടെ കേൾക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ഹസാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇറ്റ് ഈസ് കോൾഡ് നോയ്സ് ഹസാർഡ്. അതെനിക്കൊരു ഹസാർഡായിട്ട് പറഞ്ഞത് കൊണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് പല ടൈപ്പ് ഹസാർഡ് വരാം. ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ട്, കെമിക്കൽ ഹസാർഡ്സ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ഉണ്ട്. ഞാൻ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ മീനിങ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസെപ്ഷണൽ ഐഡിയ മനസ്സിലാക്കാം. ഞാൻ വേറൊരു എക്സാമ്പിളോട് പറയാം. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിലൊന്നും മനസ്സിലാക്കിയിരിക്കണം, അതിൽ എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അപകടം വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരു എക്സാമ്പിളിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ കാണാം, വീട്ടമ്മമാർ കറിക്കരിയുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. അവർ കറിക്കരിയുമ്പോൾ എന്താണ് ചെയ്യണേ, ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യും ബോർഡ് കാണും, വെജിറ്റബിൾസ് എടുത്തുകൊണ്ട് വരും, ഒരു നൈഫ് കാണും, അതിങ്ങനെ വെച്ച് കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധ ദൂരേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈവരയിൽ മുറിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കത്തി കൊണ്ടെന്ന് വെച്ചാൽ കൈമിലേക്ക് കട്ടാവുന്നു. അപ്പോൾ നമുക്ക് ബ്ലഡ് മുറിയണം, ഒരു ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുൻകൂറായി കാണാം. അതായത് ഇങ്ങനെ ഞാൻ ഈ ജോബ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹസാർഡ് അതിൽ ഇടനായിട്ട് കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹസാർഡ് അവോയ്ഡ് ചെയ്യണം. ഈ ഹസാർഡ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഹസാർഡ് അവോയ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുപോലെ നമ്മൾ ഈ ജോലി ചെയ്യേണ്ടതെന്ന് വയ്ക്കാം, പക്ഷെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്ന് മിക്സിയിട്ട് അടിച്ച് അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്ത് വേണം, ചിലപ്പോൾ കറണ്ട് വേണം, അതിനെന്ന് ചിലപ്പോൾ മിക്സി വർക്ക് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ മാത്രമല്ല നമ്മൾ വേണ്ട ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഈ ജോലി കുറച്ചുകൂടെ സേഫായിട്ട് എങ്ങനെ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു PPE ഉപയോഗിക്കാം. PPE ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്. ഇതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഫിംഗർ ക്യാപ്പ് വെച്ച് കട്ട് ചെയ്ത് നോക്കും. അപ്പം നമുക്ക് അഥവാ ഇനിയിപ്പോൾ ബൈ ചാൻസ് കത്തി വരുവാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കട്ടിങ് വരില്ല. അതേ രീതിയിൽ നമ്മൾ ഓരോ ജോബിനും നമ്മൾ അനലൈസ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ മാത്രമാണ്. അതുപോലെ മുകളിൽ വർക്കിംഗ് അറ്റ് ഹൈറ്റ്, അവിടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ വിധത്തിലുള്ള നമ്മൾ സേഫ്റ്റി ഉപകരണങ്ങളില്ലാതെ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേഫ്റ്റി ബെൽറ്റ് ധരിക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഏതെല്ലാം ജോലി നമ്മൾ നോക്കി കഴിഞ്ഞാലും അതിലൊക്കത്തിനും ഒരു ഹിഡൻ ഹസാർഡ്, അതായത് അതിൽ അപകടം വരാനുള്ള ചാൻസ് ഉണ്ട്. ആ അപകടം വരാനുള്ള ചാൻസിനെ നമ്മൾ മുൻകൂറായിട്ട് കണ്ട ശേഷം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കലാണ്, 1 by 1 ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നതാണ് ഹസാർഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ജോബ് സേഫ്റ്റി അനാലിസിസ്, ഹസാർഡ് അനാലിസിസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്വാൻസ് ആയിട്ട് പല രീതിയിലും
നമ്മൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സേഫായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം ഹസാർഡ് പല വിധമുണ്ട്. അത് ഞാൻ ആദ്യമൊന്നും ഇത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ കൂടുതൽ ക്ലാസ്, അതായത് നമ്മൾ ഡിപ്ലോമയ്ക്കോ അതല്ലെങ്കിൽ മറ്റേതിനോ ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഹസാർഡ്സിനെ പറ്റി ഞാൻ ഒരു 3-4 പറഞ്ഞ ശേഷം നമ്മൾ അടുത്തേക്ക് പോകാം. ജനറൽ ഹസാർഡ്സ്. ഒന്ന് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ എൻവയോൺമെൻറ്റൽ കണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള സൗണ്ട്, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്ക്. ഇപ്പോൾ ആരെങ്കിലും ബോയിലറിൻ്റെയൊക്കെ അടുത്ത് വയ്ക്കുകയാണ്, അവിടെ കണ്ടമാനം സ്മോക്കി ഏരിയ, ആ സ്മോക്ക് ശ്വസിക്കുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ പറയുന്നതിനാണ് സ്മോക്ക് ഹസാർഡ്സ്. അതുപോലെ തന്നെ ഫയർ വരാനുള്ള ചാൻസിന് ഫയർ ഹസാർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വേണ്ടതിന് ഫിസിക്കൽ ഹസാർഡ്സ്. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസസ് ഉള്ള ജോബാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ഹസാർഡ്സ്. അതേപോലെ തന്നെ വേറൊരു ഹസാർഡ്സാണ് കെമിക്കൽ ഹസാർഡ്സ്. നമ്മളിപ്പോൾ കെമിക്കൽ പ്ലാന്റിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കെമിക്കൽ പരമായിട്ട് എന്തെങ്കിലും ഗ്യാസ് വരാനുള്ള ചാൻസസ് അങ്ങനെയുള്ളത് നോക്കുമ്പോഴാണ് കെമിക്കൽ ഹസാർഡ്സ്. അതുപോലെ ബയോളജിക്കൽ ഹസാർഡ്സ്. അതുപോലെ തന്നെ നമുക്ക് ഈ എർഗണോമിക് ഹസാർഡ്സ്. എർഗണോമിക് ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിച്ചിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരേ ടൈപ്പ് ജോലി ചെയ്യാൻ വിചാരിക്കുക, ഇരുന്ന് വെച്ച്. ഇപ്പോൾ ഈ IT ഫീൽഡിലുള്ളവർക്കൊക്കെ മെയിൻ വേണ്ട ഒരു ഫീൽഡാണ് എർഗണോമിക് ടൈപ്പ് ഒക്കെ. അപ്പോൾ കുറേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 12 മണിക്കൂറോ 16 മണിക്കൂറോ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരേ അറ്റൻഷൻ വരുമ്പോഴത്തേക്കും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നടുവിന് വേദന വരാൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് ശരിക്കും സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കില്ല പല സ്ഥലത്തും. കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല ശാരീരികമായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഹസാർഡ്സാണ് ഈ എർഗണോമിക് ടൈപ്പ് ഹസാർഡ്സ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹസാർഡ് ഇല്ലാത്ത ഒരു ജോബും ഇല്ല. പക്ഷേ നമ്മൾ അത് വേണ്ട രീതിയിൽ സേഫായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരോ സ്ഥലത്തുള്ള ഹസാർഡ് അനലൈസ് ചെയ്ത് വെച്ച് അതിനെ കുറയ്ക്കാനുള്ള സ്റ്റെപ്പ് എടുക്കണം. അങ്ങനെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പല സ്ഥലത്തും, അയ്യോ അവിടെ പോകാൻ വർക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര റിസ്ക്കുള്ള ജോബാണ്, ഭയങ്കര റിസ്ക്കുള്ള ജോബാണ് എന്ന് നമ്മൾ പലതും കേട്ടിട്ടുണ്ടായിരിക്കും. എന്തോന്നാണ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇത് ഹസാർഡും റിസ്ക്കും തമ്മിൽ ചെറിയ ഒരു റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹസാർഡെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ഹാനികരമായിട്ട് വരാം. ഈ ഹസാർഡ് കൊണ്ട് എന്തോരം കോൺസിക്വൻസും കൂടിയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ സിവിയാരിറ്റി എന്തുമാത്രം വരും. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം എല്ലാ ജോബും റിസ്ക്കാണെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ജോബ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സല്ല ഭയങ്കര റിസ്ക്കാണെന്ന് വെച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കുകയല്ല വേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള മിറ്റിഗേഷൻ പ്രോസസ്സ് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അതെടുത്ത ശേഷം സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ ജോലി ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഭയങ്കര ഒരു റിസ്ക്കുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ബോംബ് പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ അഗ്നിപർവ്വതം പോലെയുള്ള സംഗതി എന്തായിരിക്കും. അഗ്നിപർവ്വതം നമ്മൾ വോൾക്കാനോസ് ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് നാച്ചുറൽ ഹസാർഡ്സാണ്. അത് ഭയങ്കരമായിട്ട് തീ വെളിയിലേക്ക് വരും, ലാവ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ താമസിക്കേണ്ടി എന്താ പറ്റണം? നമുക്കറിയാം അവിടെ ആൾക്കാർക്കൊക്കെ പലർക്കും ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ആൾക്കാരുടെ ലൈഫ് പോകുമോ, സ്മോക്ക് വരുമോ, ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര, അതായത് ഒരു കൂട്ടമല്ല കണ്ടമാനം ആൾക്കാരെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിൽ പൊട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഭയങ്കര പൊട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അവിടെ താമസിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വിശേഷം ഞാൻ പറയാം. ഇത് ഈ അഗ്നിപർവ്വതം സപ്പോസ് ഏതെങ്കിലും മരുഭൂമിയിലോ ആൾക്കാർ ആരും അവിടെ ഇല്ല, വളരെ വിജനമായിട്ടുള്ള പ്രദേശമാണ്, വളരെ ദൂരമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ ഇതുപോലത്തെ അഗ്നിപർവ്വതം പൊട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അവിടെ അത് പൊട്ടിക്കോട്ടെ, ഇതുപോലെ രാവിലെയും അത് ഇതൊക്കെ വരും, പക്ഷെ അവിടെ ആൾക്കാർക്കൊന്നും സംഭവിക്കില്ല. അവിടെ ആരും ഒരു റിസ്ക്കും ഇല്ല. ഈവൻ ദോ ആ ജോബ് അവിടെ നടക്കണ്ടേ, അവിടെ അങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കണ്ടേ, പക്ഷെ അവിടെ ആൾക്കാർ അവിടെ താമസിക്കില്ലാത്തത് കൊണ്ട് റിസ്ക് ഇല്ല. അപ്പോൾ ആണ് കോൺസിക്വൻസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അതായത് ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം വരികയാണെങ്കിൽ ആ അപകടം വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് എന്തുമാത്രം നമുക്ക് എഫക്റ്റ് ആകും എന്നുള്ളതിനെ പറ്റി നമ്മൾ കണക്കൂട്ടുന്നതാണ് റിസ്ക്. ഇതും പല റിസ്ക് അനാലിസിസ് ഇപ്പോൾ മോഡൽ മെത്തേഡാണ്. റിസ്ക് വേണ്ട രീതിയിൽ അനാലിസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ജോബ് സ്റ്റേക്കപ്പ് ചെയ്യും. ഇതൊക്കെ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ഞാനിതിലൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഈ ക്ലാസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് സേഫ്റ്റിയെ പറ്റി ഒരു ചെറിയ വിവരം കിട്ടുക. ഈ വിവരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോളജ് വെച്ചുകൊണ്ട് അടുത്ത ഏതെങ്കിലും അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നിബോഷ് അങ്ങനെയുള്ള ക്ലാസ്സുകളും അതുപോലെ പല രീതിയിലുള്ള സേഫ്റ്റി ക്വാളിഫിക്കേഷൻ കിട്ടാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു സേഫ്റ്റി ഫീൽഡിൽ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പലർക്കും ആ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആവില്ല. ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പം ഞാൻ ഇനിയിപ്പോൾ
ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ മെയിനായിട്ട് ഹസാർഡ് എന്തുകൊണ്ടാണ് എനിത്തിങ് വിച്ച് ക്യാൻ ഗെറ്റ് ഹാർംഫുൾ ടു അസ്, നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തിനാണ് സംഭവിക്കുന്നതാണ് ഹസാർഡ് എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് ഹസാർഡ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞാണ്. പിന്നെ ഞാൻ പറഞ്ഞ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹസാർഡിനും അതിൻ്റെ സിവിയറിറ്റിയും കൂടി ചേർന്ന ഒരു ഇതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇത് രണ്ട് സേഫ്റ്റി ഫീൽഡിൽ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഈ ക്ലാസ്സിൽ ഞാൻ ഇത്രയും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷനാണ്. ഞാൻ നിങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യാണ്, ദയവേത് ക്ലാസ്സുകൾ കാണുക, നിങ്ങൾക്ക് വിവരം സമ്പാദിക്കുക, സേഫ്റ്റിയെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് നല്ലൊരു ഭാവി നിങ്ങൾക്ക് സേഫ്റ്റി ഫീൽഡിൽ, അത് സേഫ്റ്റി ഫീൽഡിൽ തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും ഈ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാ ഫീൽഡിലുള്ളവർക്കും ഇതിനെപ്പറ്റി ഒരു ജനറലായിട്ട് നോളജ് ഉണ്ടാവട്ടെ, എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ, ആർക്കും ഒരു ആശ്രമം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഞാനോട് നിവേദിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ കൂടുതൽ ഈ മറ്റ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോസസ് പ്രകാരം അടുത്ത ക്ലാസ്സിലേക്ക് വരാം, പിന്നീട് വേറൊരു വീഡിയോയുമായിട്ട്. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ ടു എവരിബഡി. Wish you all of you a happy and safe day for you. Thank you very much.